വിചിത്രമായ ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന വളരെയധികം ശക്തിയായ ഒരു ഭരണാധികാരിയായിരുന്നു, ഒരു രാജ്ഞിയായിരുന്നു ക്ലിയോപാട്ര എന്ന് പറയുന്നത്. പലപ്പോഴും സൗന്ദര്യത്തിന്റെ പ്രതീകമായിട്ട് പോലും പലരും ക്ലിയോപാട്ര എന്ന രാജ്ഞിയെ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ അവരുടെ കാലത്തിന് ശേഷം പിന്നീട് അവരുടെ ശ്മശാനത്തിൽ അതുപോലെ തന്നെ അവരുടെ പാലസിനുമെല്ലാം തന്നെ എന്ത് സംഭവിച്ചു എന്നത് വലിയൊരു മിസ്റ്ററി ആയിട്ട് തന്നെ നമ്മുടെ ലോകത്ത് തുടർന്നു വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ 1990 ആ ഒരു മിസ്റ്ററിയുടെ ചുരുട്ടഴിയുകയാണ്. അലക്സാണ്ട്രിയ സിറ്റിക്ക് സമീപം കടലിനടിയിൽ ക്ലിയോപാട്രയുടെ പാലസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം തന്നെ ഗവേഷകർക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടധികം ടെമ്പിളുകളും അതുപോലെ തന്നെ ക്ലിയോപാട്രയുടെ ഒരുപാട് വലിയ പ്രതിമകളും മറ്റും കടലിനടിയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ക്ലിയോപാട്രയുടെ പാലസിൽ എന്ന് പറയുന്നത് അവരുടെ മരണത്തിന് ശേഷം ഏറെക്കുറെ 1400 വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ഭൂമികുലുക്കവും സുനാമിയും എല്ലാം തന്നെ കണ്ടായിരുന്നു. ആന്റിറോഡസ് എന്ന് പറയുന്ന ദ്വീപിൽ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലിയോപാട്രയുടെ പാലസ് പൂർണ്ണമായും കടലിനടിയിലായി പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നോക്കുമ്പോൾ കടലിനടിയിൽ ഏറെക്കുറെ 16 അടി താഴ്ചയിലാണ്